എത്ര കുട്ടികളാണ് ഭാവിയിൽ വേണമെന്ന് ആഗ്രഹമുള്ളേന്ന്. എന്തിനാണ് ഇങ്ങനെ ബ്രദറിന്റെ കാര്യം ഇങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെക്കുന്നത്? അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അതിനെ പറ്റി കൂടുതലൊന്നും സംസാരിക്കാത്തത്. ഒരു കുട്ടി എന്ന് പറയുന്നത് വലിയൊരു സിറ്റുവേഷൻസ് ഒന്നും നോക്കാണ്ട് ഞാനുള്ള അങ്ങ് അടിച്ചങ്ങ് പറഞ്ഞാണ് പറയാനുള്ളത് അങ്ങ് പറയും. ഇല്ല, ഞാൻ നിന്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി എന്താ പറയാ, നിനക്ക് അങ്ങനെ വല്ല കേട്ട് പരിചയം വല്ലതും ഉണ്ടാ? ഒന്ന് കൊന്നിട്ട് വരാം. ഓക്കെ, മൂത്തുപാടുകളൊക്കെ ഉണ്ടോ? ചത്തിട്ടില്ല. യെസ് ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് കൊള്ളാട്ടോ. ഭാവിയിൽ നിങ്ങൾക്ക് എത്ര കുട്ടികൾ വേണം എന്നാണ് ആഗ്രഹം? ഭാവിയിൽ നമുക്ക് എത്ര? ഭാവിയിൽ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 1 year കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഭാവിയിൽ എത്ര കുട്ടികളാണ് രാമോണ്ടും പ്ലാൻ ചെയ്യുന്നത്? പറയും. എനിക്കറിയാൻ എത്ര കുട്ടികളാണ്. എന്നാലും അതിപ്പോ 2 ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ ഇനി എത്ര എണ്ണം വേണമെന്നുള്ളതല്ലേ. എന്നാലും ആഗ്രഹം ഞാൻ കൊണ്ടുവന്ന് പറ, ഞാൻ നോക്കട്ടെ. എനിക്ക് നോക്കിയിട്ടാണ്. നോക്കിട്ടാ കുട്ടികളെ വേണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പറ. ഇല്ല, നമുക്ക് ആദ്യം 1 തുടങ്ങാം. അല്ലെങ്കിലും പിന്നെ ആൾക്കാർ പിന്നെ 10 തുടങ്ങാലോ. അത് പിന്നെ നമ്മുടെ കയ്യിലല്ലോ രാമോട്ട് ഇരിക്കുന്നേ. കയ്യിലല്ലല്ലോ കയ്യിലല്ലല്ലോ. വേണ്ട, ഞാൻ പറഞ്ഞത് എന്നെ രാവിലെ ഒന്നി തുടങ്ങാന്ന് ഒറ്റടി 10 ഉണ്ടാവും. പറ. സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ. ഇല്ല, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണ്ട. അവരോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കുട്ടികളാണ് ഭാവിയിൽ വേണമെന്ന് ആഗ്രഹമുള്ളേന്ന്. നമുക്ക് അതേ പറഞ്ഞ ഒന്ന് മതിയോ? 1 2 അല്ല, 1 മതി. 1 മതി എന്നാണ്. അപ്പൊ എനിക്ക് വേണ്ടത് 3 പിള്ളേരാണ് ഗൈസ്. എനിക്ക് അതാണ് ഇഷ്ടം. 3 കേട്ടാ, 3 അപ്പൊ 3 കുട്ടികളാണ് എന്റെ ആഗ്രഹം. ഞാൻ കൊണ്ട് 1 കുട്ടിയാണ്, അത് ഞാൻ 3 ആക്കും. ആദ്യത്തെ കേട്ടാ മതി. ഇത് ഞാൻ ഈ പരിപാടിക്ക് ഇല്ലാന്നാ പറയാ. നിനക്ക് അങ്ങനെ വല്ല കേട്ട് പരിചയം വല്ലതും ഉണ്ടാ? തൂക്കിയല്ലോ നാദാ. ഇത് Q&A അല്ലേ? ഇതെന്താ പ്രശ്നം? കൊള്ളാട്ടോ, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയ ഒരു ഇതായിട്ട് തോന്നുന്നു. ഇങ്ങനെയല്ലല്ലോ Q&A. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലായാലും ഒരു കുട്ടി എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയാ, അവരെ നമ്മള് എങ്ങനെ നമ്മള് ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരെ വളർത്തേണ്ട രീതികളുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി. ഇപ്പം എല്ലാവർക്കും അറിയുന്ന തന്നെ സോഷ്യലി ഉള്ള കാര്യങ്ങള്. ഇപ്പൊ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയി വളർത്തണം എന്നുണ്ടെങ്കിൽ അച്ഛനും നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും വേണം, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ റെഡി ആവണം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പം നമ്മളെ തന്നെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, നമ്മളെ ഇനി കുറച്ച് കാലങ്ങൾ എടുക്കും. എന്നിട്ട് അപ്പൊ അവര് ചോദിച്ചത് എത്ര കുട്ടികൾ വേണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ 3 പറഞ്ഞു, ഞാൻ 1 പറഞ്ഞു. ഞങ്ങൾ അവസാനം 2 നിർത്തി. അപ്പൊ നോക്കാം. ഭാവിയിലുള്ള കാര്യമല്ലേ ഗൈസ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം അല്ലേ, കണ്ടറിയാം. വാട്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് യു ഹാവ് ലേൺ ഫ്രം ഈച്ച് അതർ? നമ്മൾ പരസ്പരം എന്ത് കാര്യമാണ് തമ്മിൽ പഠിച്ച ഒരു കാര്യം? നമ്മൾ എന്താണ് എന്നിൽ നിന്ന് പഠിച്ച ഒരു കാര്യം? ഇതിപ്പോ എന്താ Q&A നിന്റെ അടുത്ത് ചോദിച്ചല്ലേ? ഇതെല്ലാം എങ്ങനെ എന്റെ നമ്മളിപ്പോ 2 പേരിക്കണ്ട് വെറുതെ വായി നോക്കിക്കണെന്തിനോട് പറഞ്ഞൂടെ ആൻസർ? നമുക്ക് എന്റെ കോപ്പി അടിക്കല്ലേ സ്വന്തമായിട്ട്? ഇല്ല, ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള ഉത്തരവുണ്ട്. എന്താ കേക്കട്ടെ നിന്റെ ഉത്തരം. നീ എന്താ എന്റെ അടുത്ത് പഠിച്ച? ഞാൻ രാമൂട്ടന്റെ പഠിച്ച കാര്യം എല്ലാത്തിനും ബിസിനസ് മൈൻഡ്. ഞങ്ങളുടെ കുടുംബത്തെ ബിസിനസ് അയക്കണാണ് ഇരിക്കുന്നത്. എന്ന് നോക്കിയാലും ബിസിനസ് മൈൻഡ് രാമൂട്ടന്റെ ഏട്ടൻ പറയാറുണ്ട്. പറയണില്ല. എന്താ വെച്ച് കഴിഞ്ഞാ ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ എന്നെ പഠിപ്പിച്ചത് രാമോട്ടനാണ്. യെസ്, രാമോട്ടനാണ്. ബിക്കോസ് അങ്ങനെയാണ് അവൻ കാര്യങ്ങള് എല്ലാം വീക്ഷിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഇൻ അവർ പേഴ്സണൽ ലൈഫ് ബട്ട് നമ്മൾ ഔട്ട്സൈഡിലുള്ള ഒരു ഇത്, അതായത് നമ്മുടെ പ്രൊഫഷനെ നമ്മൾ അങ്ങനെയാണ് കാണണ്ടേന്നുള്ളത്. ഞാനിപ്പോൾ ഹൈലി പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ പാഷൻ ഇൻടു പ്രൊഫഷൻ ആക്കാൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തെന്ന ഒരാളാണ് രാമോട്ടൻ. സോ അത് അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി രാമോട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതങ്ങനെയാണ്. ബിക്കോസ് ഞാനിങ്ങനെ ജോലിയുടെ ഇടയ്ക്ക് മാത്രം ചെയ്തിരുന്ന ഒരാൾ മാത്രമാണ്. അതിൽ നിന്ന് ഞാൻ എൻറ്റയർലി ആ ഒരു ഫീൽഡ് വിട്ടിട്ട് ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് രാമോട്ടൻ ഒരു കാലത്ത് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ കൂടുതൽ പഠിച്ചത് രാമോട്ടൻ്റെ നിന്നാണ്. നമ്മള് ലൈഫിൽ എയിം ഉണ്ടായിരുന്നു, പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് അതൊരു പ്രാവർത്തികമാക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്.
ആ ഒരു വാല്യൂസ് ഞാൻ പഠിച്ചത് രാമൂട്ടന്റെ നിന്നാണ്. നീ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതല്ല, നീ എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതിനാണ് കാര്യം. അങ്ങനെ കുറെ അവരുടേതായിട്ടുള്ള കുറെ തിയറികളുണ്ട്. അങ്ങനെ കുറെ തിയറികൾ അനാവശ്യമായിട്ടൊക്കെ ഇരുന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്നറിയാ, എന്താ കുറെ തിയറി ഉണ്ടാവും. ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവക്കത് എന്തുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും, ഞാനൊരു ബുക്കില് വായിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരോടും പറയണതാരോ ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ഞാനൊരു കേസ് സ്റ്റഡി തള്ളു, ഇല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു പറയും, ഇല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെട്ടപ്പോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവര് കാര്യങ്ങളങ്ങനെ പറയും. അതെനിക്ക് പിന്നീട് മനസ്സിലായത്. ഞാൻ ചെന്നപ്പോ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് ഏതൊക്കെയോ കേസ് സ്റ്റഡിയുടെ കാര്യം പറഞ്ഞു. ഇവനപ്പൊ കേസ് സ്റ്റഡി വായിച്ച് 24 മണിക്കൂർ എന്റെ ഇവിടെ ഉണ്ടാവുമല്ലോ. ബുക്ക് വായിക്കും, പക്ഷെ എന്നാലും എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഈ തള്ളലാണ് ഞാനൊരു കേസ് സ്റ്റഡിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ പോയിന്റ്സ് തന്നെയാ പറയണത്. നിന്റെ കള്ളം വെളിച്ചത്തായടാ, നീ എവിടെ സംഭവം ചെലവാവുന്നുണ്ട്. 5 മിനിറ്റ് മുമ്പ് എന്നാലായിരിക്കും ആൾക്കാർ കേൾക്കണ്ട. ഓക്കെ, എന്തോ ബുദ്ധിയുള്ളവരാരോ പറഞ്ഞാണ് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കും. ഇവന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു കേസ് സ്റ്റഡി. നീ എന്റെ അടുത്ത് നിന്ന് പഠിച്ചു? പാസാ? ഒന്നുമില്ലല്ലേ? ഇതൊന്നും പൊളിക്കല്ലേ. പറഞ്ഞോ. നിന്റെ അടുക്കുന്ന് കൊറേ സ്നേഹം പഠിച്ചു. ഫ്ലാറ്റ് സിമ്പിൾ നിന്റെ അടുത്ത് ഇല്ല, ഞാൻ നിന്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി എന്താ പറയാ മനുഷ്യനായി എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. മനുഷ്യത്വം ഇല്ലാത്തവനായിരുന്നു. ഞാൻ ഭയങ്കര എന്താ പറയാ സിറ്റുവേഷൻസ് ഒന്നും നോക്കാണ്ട് ഞാനുള്ള അങ്ങ് അടിച്ചങ്ങ് പറഞ്ഞു പറയാനുള്ളത് അങ്ങ് പറയും. അപ്പുറത്തിരിക്കുന്ന ആൾക്കും ഹേർട്ട് ആവും നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അപ്പം ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് സാധനങ്ങൾ പഠിച്ച് മെയിനായിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന് ഈ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള സാധനം. അത് ഇപ്പോഴും എന്നെ കൊണ്ട് ആവത്തില്ല. വേറെ കാര്യം, മാധവിക്കുട്ടി ഒരു ബുക്കില് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹങ്ങളെന്നും. ശരിയാണ്, സ്നേഹമല്ല എന്നുള്ളത്. അതിനൊരു വേർഡിങ് ഉണ്ട്, അതെനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനും കേട്ടിട്ടുണ്ട്. സമാധാനം മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി എടുത്തു അല്ലേ? എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹമൊന്നും സ്നേഹമല്ല എന്നുള്ളത്. ആര് പറഞ്ഞു? എന്താ അവര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. പിന്നെ നീ എന്താ പറഞ്ഞ? ഞാനിപ്പോ എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. പഠിച്ചിട്ടില്ല, എക്സ്പ്രസ് എനിക്കറിയാൻ പാടില്ല. ഉള്ള കാര്യം ഞാൻ പറയാന എന്നെ കൊണ്ടൊന്നും പറ്റണ കാര്യമല്ല. നീ ചട്ടടച്ച പൊട്ടിക്കോ കഴിഞ്ഞ് ഇന്നത്തെ Q&A എല്ലാം കഴിഞ്ഞ്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ രാമോട്ടൻ ഒരു സിനിമ കാണുമ്പോ രാമോട്ടൻ അങ്ങനെ എന്താ പറയാ ഉള്ളിലേക്ക് അങ്ങനെ എടുക്കണുണ്ട്. പക്ഷെ രാമോട്ടൻ അത് പറയാ അല്ലേ, ഒരു സിനിമയൊക്കെ കാണുമ്പോ ആൾക്ക് ഹേർട്ട് ആവാൻ തുടങ്ങി, കണ്ണൊക്കെ നിറയാൻ തുടങ്ങി അല്ലേ? ഇല്ലടാ, എന്ത് ചെയ്യാനാ, പണ്ടത്തെ ട്രിക്കായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ചും കൂടെ എന്താ പറയാ മനുഷ്യനായി എന്ന് തന്നെ പറയാം അല്ലേ? ഞാനെന്താ കാട്ടാള തന്നെയായിരുന്നു. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ചോദ്യങ്ങള്. ഇനി ബാക്കി ഞങ്ങൾ ഇതിന്റേത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് Q&A താഴെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ബ്രദറിന്റെ കാര്യം ഇങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെക്കുന്നതിന് ഒരു കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയത്, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് Q&A കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു സസ്പെൻസ് അല്ല, അതെന്റെ ഒരു പ്രൈവസിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലൊന്നും റിവീൽ ചെയ്യാത്തത്. കാരണം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആരാണ് അർജുൻ എന്നുള്ളത് ഞാൻ ഉത്തരം പറഞ്ഞു, എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബോണ്ട് എന്നുള്ളതും ഉത്തരം പറഞ്ഞു. സോ ആസ് എൻ ഓഡിയൻ നിങ്ങൾ ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രൈവസിയാണ്. മാത്രമല്ല അതൊരു പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. എനിക്ക് അവരോട് അത് ഹേർട്ട് ചെയ്യാനോ, കാരണം ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഓഫ്കോഴ്സ് അവർ ഹേർട്ട് ആവില്ലേ അല്ലേ? അപ്പം നമ്മുടെ ഈ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മളെ കാണുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളത് അറിയണ്ടേ. അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ വിഷമാവും നമ്മൾ വിചാരിക്കേണ്ടത്. അതുകൊണ്ടാണ് മെയിനായിട്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാത്തത്.
സോ നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതി തന്നെ ഇതെടുക്കണം കേട്ടോ. മെയിനായിട്ട് എനിക്കതാണ്. ഓഫ് കോഴ്സ് ഞങ്ങൾക്കതൊന്ന് എന്താ പറയാ പറയണം എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു പോയിന്റിൽ നമ്മളത് എന്തായാലും പറയുന്നതായിരിക്കും. അതുവരെ അതെന്റെ ഒരു പ്രൈവസി ആയിട്ട് നിങ്ങൾ അതൊന്ന് റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോടല്ലേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ എൻ്റെ എല്ലാത്തിനും കൂടെയുള്ള ആൾക്കാരാണ് അല്ലേ, വെരി ബിഗിനിങ്ങിൽ കൂടെയുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. സോ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ വീഡിയോ അല്ലേ. നമ്മുടെ പാർട്ട് 2 എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് അഭിപ്രായം നിങ്ങൾ കമന്റ് സെഷനിൽ പറയണം. വളരെ സമാധാനമായിട്ട് ചെയ്ത വീഡിയോന് ഇപ്പൊ ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊളാക്കിയപ്പോ എല്ലാവർക്കും മതിയായല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ ഓക്കെ ഗൈസ്, അപ്പം രാമുണ്ടെ കാണാത്ത അസ്വസ്ഥരായിരിക്കുന്നവരുടെ അസ്വസ്ഥതയൊക്കെ മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പൊ എന്റെ അസ്വസ്ഥത കൂടിയതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.